അവിടെ പോയപ്പോഴാണ് ഞങ്ങൾ ആ ചതി മനസ്സിലാക്കിയത്. ഈ ഫിലിം സിറ്റിയുടെ ഉള്ളിലാണ് ബിഗ് ബോസ് ഹൗസ് വരുന്നത്. ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ ബിഗ് ബോസിന്റെ വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ട് കാണാൻ പോവാണ്. ലാലേട്ടനെ നേരിട്ട് കാണാം എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് കൂടി ഉണ്ട് ഞങ്ങൾക്ക്. ഷൂട്ട് നടക്കുന്നത് ചെന്നൈയിലെ ഒരു ഫിലിം സിറ്റിയിലാണ്. വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് എത്താനാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. സോ ഞങ്ങൾ വ്യാഴാഴ്ച രാത്രി തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ കയറി. കുറച്ച് നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് അങ്ങോട്ടുള്ള ടിക്കറ്റ് എങ്ങനെയോ കൺഫേം ആയി. ദീപാവലി ടൈം ആയതുകൊണ്ട് നല്ല റഷ് ഉണ്ടായിരുന്നു. ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിലാണ് ഞങ്ങൾ പോയത്. രാവിലെ ഒരു 5:40 ഒക്കെ ആയപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാവിലെ ഫ്രഷ് ആയി ഊബർ വിളിച്ചു. ചെമ്പരംപക്കത്തുള്ള EVP ഫിലിം സിറ്റിയിലാണ് ഷൂട്ട് നടക്കുന്നത്. സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അറൌണ്ട് 30 കിലോമീറ്റേഴ്സ് ഉണ്ട് അങ്ങോട്ട്. രാവിലെ ഈ ഒരു സമയമായതുകൊണ്ട് ട്രാഫിക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ നന്നായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു 45 മിനിറ്റ്സിൽ നമ്മൾ അവിടെ എത്തി. ഈ ഫിലിം സിറ്റിയുടെ ഉള്ളിലാണ് ബിഗ് ബോസ് ഹൗസ് വരുന്നത്. ഇവിടെ തന്നെയാണ് വീക്കെൻഡ് എപ്പിസോഡിന്റെ ഷൂട്ട് നടക്കുന്നത്. കൊട എടുക്കാത്തോണ്ട് നന്നായിട്ട് മഴ കൊള്ളേണ്ടി വന്നു. നമ്മൾ ലൊക്കേഷൻ കൊടുത്തത് ഗേറ്റ് വരെ ആയതുകൊണ്ട് ഊബർ അവിടെ വരെ വന്നുള്ളൂ. സോ നമുക്ക് കുറെ നടക്കേണ്ടി വന്നു. യെസ്, ഇതാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിന്റെ മെയിൻ എൻട്രൻസ്. അവിടെ പോയപ്പോഴാണ് ഞങ്ങൾ ആ ചതി മനസ്സിലാക്കിയത്. ലാലേട്ടന്റെ ഫ്ലൈറ്റ് മിസ്സായി. സോ 10:30 സ്റ്റാർട്ട് ചെയ്യേണ്ട ഷൂട്ട് ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ശേഷമാക്കി. ഞങ്ങളോട് ക്യാൻറ്റീനിൽ വെയിറ്റ് ചെയ്തോളാൻ പറഞ്ഞു. ഞങ്ങളാണെങ്കിൽ തപ്പി പിടിച്ച് ചെന്നത് തമിഴ് ബിഗ് ബോസിന്റെ ക്യാൻറ്റീനിലേക്കായിരുന്നു. തൊട്ടപ്പുറത്ത് തന്നെയാണ് തമിഴ് ബിഗ് ബോസും വരുന്നത്. സോ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. പൂരി, പൊങ്കൽ, മുട്ട, അതൊക്കെയാണ് അവിടുത്തെ സ്പെഷ്യൽ ആയിരുന്നത്. പിന്നീട് ഞങ്ങൾ മലയാളം ബിഗ് ബോസിന്റെ ക്യാൻറ്റീനിലേക്ക് എത്തി. അവിടെ വെച്ച് ഇതുപോലെ ഷൂട്ട് കാണാൻ വന്ന വേറെ ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഓഡിയൻസിന് എൻട്രി ചെയ്യാൻ പറ്റുന്ന ഗേറ്റ്. ഇതിലൂടെയാണ് നമ്മൾ എൻട്രി ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഏരിയയൊക്കെ ഒന്ന് ചുറ്റി വന്നു. അപ്പോഴേക്കും ബാക്കി കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു. ഹെൽത്തി ഗ്രോസർ കാര്യത്തിന്റെ ഇൻവൈറ്റ് കിട്ടി വന്നവരാണ് ഈ മോനും ഫാമിലിയും. അവിടെ കയറുന്നതിന് മുന്നേ നമ്മുടെ ഫോട്ടോസ് എടുത്ത് നമ്മളെ കൊണ്ട് സൈൻ ചെയ്യിച്ചിട്ടാണ് നമ്മൾ കയറുന്നത്. ഫോണോ ക്യാമറയോ ഒന്നും അലൗഡല്ല ഉള്ളിലേക്ക്. സോ നമ്മുടെ ലഗേജ് എല്ലാം പുറത്ത് നമ്മൾ വെച്ചിട്ട് പോകണം. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് കയറി. സാറ്റർഡേയിലത്തും സൺഡേയിലത്തും എപ്പിസോഡ് ഒരുമിച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. കയറുന്നതിന് മുന്നേ ബിഗ് ബോസിന്റെ ഇങ്ങനത്തെ ഒരു ബാൻഡൊക്കെ തന്നിട്ടാണ് നമ്മൾ കയറുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലാലേട്ടൻ ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ അറിയാതെ നോക്കിയിരുന്നു പോവും. ഒരുപാട് റീടേക്സ് ഒക്കെ എടുത്തിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ കണ്ടസ്റ്റൻസിനോട് സംസാരിക്കുന്നതെല്ലാം ലൈവായിട്ട് ഒറ്റ ടേക്കിൽ എടുക്കുന്നതാണ്. ഫസ്റ്റ് എപ്പിസോഡ് ഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ബ്രേക്ക് ടൈം തന്നിട്ടുണ്ടായിരുന്നു. ഇവരാണ് അരുൺ അരവിന്ദ് ട്വിൻ ബ്രദേഴ്സ്. നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയായിരിക്കും. ഇവർ യൂട്യൂബേഴ്സ് ആണ്, ആർട്ടിസ്റ്റ് ആണ്, പിന്നെ ഇവിടെ ബിഗ് ബോസിന്റെ കോർഡിനേറ്റേഴ്സ് ആണ്. ബ്രേക്ക് ടൈമിലാണ് ഞങ്ങൾ ഇവരോട് സംസാരിച്ചത്. അങ്ങനെ ബ്രേക്ക് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാമത്തെ ഷൂട്ടിന് കയറി. അന്നത്തെ എപ്പിസോഡിൽ ലക്ഷ്മിയാണ് ഔട്ടായത്. അങ്ങനെ ഞങ്ങളുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ രാത്രിയായി. രാത്രി ഡിന്നറൊക്കെ ബിഗ് ബോസ് ടീം തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്കും ഇതുപോലെ ലാലേട്ടനെയും ബിഗ് ബോസ് വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ടും കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ വട്ടത്തെ വിന്നർ ആരാവണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് കമന്റ് ചെയ്തോളൂ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.